19th question. The following table shows the total cost schedule of a firm. Price of each unit is 15. ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. എ കാൽക്കുലേറ്റ് ദി ടോട്ടൽ റവന്യൂ ആൻഡ് പ്രോഫിറ്റ് ഇറ്റ് അറ്റ് ഈച്ച് ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഫൈൻഡ് ഔട്ട്പുട്ട് ലെവൽ അറ്റ് വിച്ച് പ്രോഫിറ്റ് ഈസ് മാക്സിമം. ഇവിടെ ഒരു തന്നിട്ടുണ്ട്. ഇവിടെ ഔട്ട്പുട്ടും ടോട്ടൽ കോസ്റ്റ് അഥവാ ടി സിയും തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ടോട്ടൽ റവന്യൂ അഥവാ ടി ആറും പ്രോഫിറ്റ് കണ്ടെത്തണം. അതുപോലെ തന്നെ മാക്സിമം പ്രോഫിറ്റ് എവിടെയാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഏത് ഔട്ട്പുട്ടിലാണ് കിട്ടുന്നത്, അതും കൂടി നമ്മൾ കണ്ടെത്തണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആൻസർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷിലുള്ള. അപ്പം അതിന് ബാക്കി ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത്. പബ്ലിക് എക്സാമിന് ആവർത്തിച്ച് വരുന്ന പല ക്വസ്റ്റ്യൻസും ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാവരും നല്ല രീതിയിൽ കണ്ട് മനസ്സിലാക്കി എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഫസ്റ്റ് പറഞ്ഞത് കാൽക്കുലേറ്റ് ദി ടോട്ടൽ റവന്യൂ ആൻഡ് പ്രോഫിറ്റ് അറ്റ് ഈച്ച് ലെവൽ ഓഫ് ഔട്ട്പുട്ട്. നമുക്ക് ടോട്ടൽ റവന്യൂ കാണണം, അതുപോലെ പ്രോഫിറ്റും കാണണം. ഇവിടെ ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്. ടോട്ടൽ റവന്യൂ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടോട്ടൽ റവന്യൂ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? അഥവാ ടി ആർ ഈക്വൽ ടു പി ഇൻറ്റു ക്യൂ എന്നാണ്. പി ഇൻറ്റു ക്യൂ എന്ന ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പി എന്ന് പറഞ്ഞാൽ പ്രൈസാണ്. പ്രൈസ് ഇവിടെ 15 ആണെന്ന് തന്നിട്ടുണ്ട്. ക്യൂ അഥവാ ഔട്ട്പുട്ട് അല്ലെ, ക്വാണ്ടിറ്റി ഓഫ് ദി ഔട്ട്പുട്ട് 0 to 8 വരെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രൈസ് 15 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതായത് ഔട്ട്പുട്ട് 0 ആണെങ്കിലും 1 ആണെങ്കിലും 2 ആണെങ്കിലും 8 വരെ ആണെങ്കിലും പ്രൈസ് എന്ത് തന്നെയായിരിക്കും? 15 തന്നെയായിരിക്കും. പ്രൈസിൽ യാതൊരുവിധ മാറ്റവും സംഭവിക്കുന്നില്ല. ഔട്ട്പുട്ട് എത്ര യൂണിറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലും പ്രൈസിൽ യാതൊരുവിധ മാറ്റവും സംഭവിക്കുന്നില്ല. അതായത് പ്രൈസ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. പ്രൈസ് ഇവിടെ തന്നിട്ടുണ്ട്. പ്രൈസ് എന്താണ് തന്നുള്ളത്? ഇവിടെ നമ്മൾ സൈഡിൽ എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. പ്രൈസ് 0 ആണെങ്കിൽ എന്ത് തന്നെയായിരിക്കും? 15. 1 ആണെങ്കിലോ 15, 2 ആണെങ്കിലും 15 അല്ലേ. ഔട്ട്പുട്ട് എത്ര യൂണിറ്റ് വർദ്ധിച്ചാലും പ്രൈസ് എന്ത് തന്നെയായിരിക്കും? പ്രൈസ് 15 ആണ്. അതേ പ്രൈസിൽ യാതൊരുവിധ മാറ്റവും സംഭവിക്കുന്നില്ല. അപ്പം പ്രൈസ് നമുക്ക് ഇവിടെ നമ്മൾ എഴുതിയെടുത്തു. ഇനി നമുക്ക് എന്ത് കണ്ടെത്തണം? ആദ്യം തന്നെ ടി ആർ കണ്ടെത്തണം. ടി ആർ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താ നമ്മൾ പറഞ്ഞത്? പി ഇൻറ്റു ക്യൂ. ഫസ്റ്റ് പ്രൈസ് എന്താണ്? 15, 0. 15 ഇൻറ്റു 0 എന്തായിരിക്കും? 0. ഇനി അടുത്തത് എന്താണ്? 15 ഇൻറ്റു 1. പ്രൈസ് 15, ഔട്ട്പുട്ട് എത്രയാണ്? 1. 15 ഇൻറ്റു 1 എന്തായിരിക്കും? 15. 15 ഇൻറ്റു 2 എന്ത് കിട്ടുക? 30. 15 ഇൻറ്റു 3 45. 15 ഇൻറ്റു 4 60. 15 ഇൻറ്റു 5 75. 15 ഇൻറ്റു 6 90. 105. 120. നമുക്കെന്ത് കിട്ടി? ടി ആർ കിട്ടിക്കഴിഞ്ഞു. ടി ആർ കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ അടുത്ത് കണ്ടെത്തണം എന്താണ്? പ്രോഫിറ്റ്. പ്രോഫിറ്റ് എങ്ങനെ കണ്ടെത്തുക? പ്രോഫിറ്റ് കണ്ടെത്താനുള്ള വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈ എന്നാണ് അല്ലേ. പ്രോഫിറ്റിനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ഉപയോഗിക്കുക? പൈ അഥവാ പൈ എന്നുള്ളൊരു സിമ്പിളാണ് നമ്മൾ ഉപയോഗിക്കുക. അതായത് പ്രോഫിറ്റ് കണ്ടെത്താൻ വേണ്ടി ടി ആർ മൈനസ് ടി സി, ടോട്ടൽ റവന്യൂവിൽ നിന്ന് ടോട്ടൽ കോസ്റ്റ് മൈനസ് ചെയ്താൽ കിട്ടുന്നത് എന്താണോ അതാണ് പൈ അഥവാ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ, അഥവാ ലാഭം എന്ന് പറഞ്ഞാൽ. ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞാൽ മൊത്തം വരുമാനം, ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ മൊത്തം ചിലവ് അല്ലേ. നമുക്ക് ലാഭമുണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമുക്ക് കിട്ടിയ മൊത്തം വരുമാനത്തിൽ നിന്ന് നമുക്ക് ചിലവായ എമൗണ്ട് അഥവാ ചിലവ് നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ലാഭം അഥവാ പ്രോഫിറ്റ് എത്രയാണ് നമുക്ക് അറിയാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ നമ്മളിവിടെ പറഞ്ഞു ടി ആർ മൈനസ് ടി സി ആണെന്ന് പറഞ്ഞു. ഇവിടെ ഫസ്റ്റത്തെ ടി ആർ എന്താണ്? 0. 0 മൈനസ് 5 എന്താ കിട്ടുക? -5 അല്ലേ. അതായത് ഇവിടെ നഷ്ടമാണുള്ളത്, നമുക്ക് എന്താണ്? ലോസാണുള്ളത്. അടുത്തത് 15 മൈനസ് 20 -5 ഇവിടെയും ലോസാണ് കാണിച്ചിരിക്കുന്നത്. 30 മൈനസ് 33 -3 ഇവിടെയും ലോസാണ് കാണിച്ചിരിക്കുന്നത്. 45 മൈനസ് 45 0. അതായത് എന്താണ്? റവന്യൂ കോസ്റ്റും ഈക്വലാണ്, അതായത് രണ്ടും തുല്യമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്ത് 60 മൈനസ് 55 5 പ്രോഫിറ്റ് കിട്ടി തുടങ്ങി അല്ലേ. 5 പ്രോഫിറ്റ് എത്രയാണ്? 5. 75 മൈനസ് 60 15. 90 മൈനസ് 80 10. 105 മൈനസ് 100 5. 120 മൈനസ് 115 5. നമുക്ക് പ്രോഫിറ്റ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞുള്ളത് എന്താണ്? ഫൈൻഡ് ഔട്ട് ദി ഔട്ട്പുട്ട് ലെവൽ അറ്റ് വിച്ച് പ്രോഫിറ്റ് ഈസ് മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്ന ഔട്ട്പുട്ടിൻ്റെ ലെവൽ ഏതാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പ്രോഫിറ്റ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞ്
പ്രോഫിറ്റ് ഏതാണ് ഏറ്റവും മാക്സിമം ആയിട്ടുള്ളത്? 15 ആണ് ഏറ്റവും മാക്സിമം ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അതിന് നേരെയുള്ള ഔട്ട്പുട്ട് എത്രയാണ്? ഔട്ട്പുട്ട് 5 യൂണിറ്റ് ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് ഒരു ഫേമിനെ സംബന്ധിച്ച് ഇല്ലെന്താണ് ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്നത്. ഇവിടെ ഔട്ട്പുട്ട് ലെവൽ എത്രയാണ്? 5 ആണ്. അപ്പം പ്രോഫിറ്റ് ഈസ് മാക്സിമം ആയിരിക്കും ആ സമയത്ത് അല്ലേ. അപ്പം എ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു, ടി ആറും പ്രോഫിറ്റും കണ്ടെത്തി കഴിഞ്ഞു. ബി എന്താണ് നമുക്ക് കണ്ടെത്താനുള്ളത്? മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്ന യൂണിറ്റ് അല്ലെ, ഔട്ട്പുട്ടിൻ്റെ യൂണിറ്റ് കണ്ടെത്താൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അതും നമ്മൾ വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വളരെ നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടാകും. 20th ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഡ്രോബാക്സ് ഓഫ് ബാർട്ടർ സിസ്റ്റം. ബാർട്ടർ സമ്പ്രദായത്തിൻ്റെ പോരായ്മകൾ അല്ലെ, ഡ്രോബാക്സ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താണ് ബാർട്ടർ സമ്പ്രദായത്തിൻ്റെ ലിമിറ്റേഷൻ അല്ലെങ്കിൽ എന്താണ് ഡ്രോബാക്സ്? നമ്മൾ ബാർട്ടർ സിസ്റ്റം ആദ്യം എന്താണെന്ന് മനസ്സിലാക്കണം അല്ലേ. ബാർട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ്ചേഞ്ചിങ് കമ്മോഡിറ്റീസ് ഫോർ കമ്മോഡിറ്റീസ് അല്ലെ, സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യാണ്. ദി സിസ്റ്റം ഓഫ് എക്സ്ചേഞ്ച് ഓഫ് വൺ കമ്മോഡിറ്റി ഫോർ അനദർ. ദി സിസ്റ്റം ഇൻ വിച്ച് വൺ കമ്മോഡിറ്റി ഈസ് എക്സ്ചേഞ്ചർ ഫോർ അനദർ. ഒരു സാധനത്തിന് പകരം മറ്റൊരു സാധനം കൈമാറ്റം ചെയ്യുന്ന ഈ സിസ്റ്റത്തെയാണ് നമ്മൾ ബാർട്ടർ സിസ്റ്റം എന്ന് അറിയപ്പെടുന്നത്. ദി സിസ്റ്റം ഈസ് ഓഫ് എക്കോണമി വെറി ഗുഡ് വെയർ എക്സ്ചേഞ്ചർ ഫോർ അനദർ ഗുഡ്. ഇറ്റ് ഈസ് നൗൺ ആസ് CC എക്കോണമി. ബാർട്ടർ സിസ്റ്റം ഈസ് നൗൺ ആസ് അനദർ നെയിം CC എക്കോണമി അല്ലേ. അതായത് CC സമ്പ്രദായം എന്ന പേരിലും അറിയപ്പെടുന്നത് കമ്മോഡിറ്റി ടു കമ്മോഡിറ്റി. എന്നാൽ ഇന്നത്തെ കാലത്ത് അത് അറിയപ്പെടുന്നതാണ് CMC എന്നാണ്, കമ്മോഡിറ്റി മണി ടു കമ്മോഡിറ്റി. അതായത് ബാർട്ടർ സിസ്റ്റം അറിയപ്പെട്ടിട്ടുണ്ടായിരുന്ന പേരെന്താണ്? CC എന്നാണ് സിസ്റ്റം എന്നുള്ള പേരിലാണ്. CC എക്കോണമിയാണ്, കമ്മോഡിറ്റി ടു കമ്മോഡിറ്റി, സാധനങ്ങൾക്ക് പകരം സാധനങ്ങളായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് നമ്മൾ പണം ഒരു പ്രധാനമായിട്ടൊരു ഘടകമായി മാറി, അല്ലെങ്കിൽ മണി ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമായി മാറിയതിനു ശേഷം കമ്മോഡിറ്റി മണി ടു കമ്മോഡിറ്റി, നമുക്ക് എന്താണ് സാധനങ്ങൾ പണമാക്കി മാറ്റുകയും പണത്തെ വീണ്ടും കമ്മോഡിറ്റി ആക്കി മാറ്റുകയും ചെയ്യാവുന്നതാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ബാർട്ടർ സമ്പ്രദായത്തിന് പോരായ്മകൾ സംഭവിച്ചത്, അല്ലെങ്കിൽ ഡ്രോബാക്സ് സംഭവിച്ചത്, അല്ലെങ്കിൽ അതിന് ലിമിറ്റേഷൻസിന് കാരണമായത്? ആ സൊസൈറ്റി പ്രോഗ്രസ് മാൻസ് വാണ്ട്സ് ആൾസോ മൾട്ടിപ്ലൈഡ് അല്ലേ. ഒരു സൊസൈറ്റി വികസിക്കുന്നതനുസരിച്ച് ആളുകളുടെ ആവശ്യം കൂടാണ് അല്ലെ, ഒരുപാട് ആവശ്യങ്ങൾ മനുഷ്യനുണ്ടാവുകയാണ്. ദേ സ്റ്റാർട്ടഡ് പ്രൊഡ്യൂസിങ് മോർ ആൻഡ് മോർ ഗുഡ്സ് ആൻഡ് കൺസ്യൂം ദം അല്ലേ. അവർ ഒരുപാട് സാധനം ഉൽപ്പാദിപ്പിക്കുകയും അത് ഉപയോഗിക്കുകയും ചെയ്യാൻ തുടങ്ങി. ബാർട്ടർ സിസ്റ്റം ബിക്കെയിം ഡിഫിക്കൽട്ട് വിത്ത് ദ ഇൻക്രീസിങ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് കൺസപ്ഷൻ. അതായത് ബാർട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്ഷന് കൂടുകയും കൺസപ്ഷൻ കൂടുകയും ചെയ്തതോടുകൂടി ബാർട്ടർ സിസ്റ്റം ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമായി. അപ്പം അതിന് പ്രധാനമായിട്ടുള്ള ഡ്രോബാക്സ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. പ്രധാനമായിട്ടും ബാർട്ടർ സിസ്റ്റത്തിന് 5 ഡ്രോബാക്സ് ഉണ്ട്, അല്ലെങ്കിൽ 5 ഡ്രോബാക്സ് ഓഫ് ബാർട്ടർ സിസ്റ്റം. ഫസ്റ്റ്, ആബ്സെൻസ് ഓഫ് ഡബിൾ കോൺസിഡറൻസ് ഓഫ് വാണ്ട്സ്. ആബ്സെൻസ് ഓഫ് ഡബിൾ കോഇൻസിഡൻസ് ഓഫ് വാണ്ട്സ്. ഇൻസിഡൻസ് ഓഫ് വാണ്ട്സ് ബാർട്ടർ സമ്പ്രദായത്തിൻ്റെ ആദ്യത്തെ ഡ്രോബാക്സ് ആണ്. ഫസ്റ്റ് ഡ്രോബാക്സ് നമ്മൾ പറയാൻ പോകുന്നത് ആബ്സെൻസ് ഓഫ് ഡബിൾ കോൺസിഡറൻസ് ഓഫ് വാണ്ട്സ്. എന്താണ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ആളുകളുടെ താല്പര്യങ്ങൾ പരസ്പരം പൊരുത്തപ്പെടാതെ വരിക. അതായത് എന്താ പൊരുത്തപ്പെടാതെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ബാർട്ടർ സമ്പ്രദായത്തിൽ നമ്മൾ പറഞ്ഞു ബാർട്ടർ സിസ്റ്റത്തിൽ എന്താണ്, ഒരു കമ്മോഡിറ്റി കൊടുത്ത് മറ്റൊരു കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ വാങ്ങുകയാണ് ചെയ്യുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ കൊടുക്കുന്ന ആളുകളുടെയും അല്ലേ, അതുപോലെ സെല്ലറും ബയ്യറുടെയും താല്പര്യം, അവരുടെ താല്പര്യം ഒരേപോലെ ആയിരിക്കണം, വലിയ താല്പര്യം ഒന്നിച്ചു വരണം എന്നാണ് പറഞ്ഞത്. ബാർട്ടർ സിസ്റ്റം വർക്ക് സ്മൂത്ത്ലി ഓൺലി ഇഫ് ദ വാണ്ട്സ് ഓഫ് ദി ബയ്യർ ആൻഡ് സെല്ലർ കോൺസിഡർ. രണ്ട് വാങ്ങുന്ന ആളുടെയും വിൽക്കുന്ന ആളുകളുടെയും താല്പര്യം ഒന്നിച്ചു വരികയാണെങ്കിൽ മാത്രമേ ബാർട്ടർ സിസ്റ്റം നല്ല സ്മൂത്തായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇഫ് എ പേഴ്സൺ വാണ്ട്സ് ടു സെൽ ക്ലോത്ത് ടു ബൈ റൈസ്. ഒരാൾക്ക് വസ്ത്രം വിൽക്കാനുണ്ട്, എന്നാൽ റൈസ് അരിയാണ് അയാൾക്ക് വാങ്ങാനുള്ളത്. ഹി ഹാസ് ടു ഫൈൻഡ് എ പേഴ്സൺ അല്ലേ, അയാൾ ഒരു വ്യക്തിയെ കണ്ടെത്തും. ഹു വാണ്ട് ടു സെൽ റൈസ് ആൻഡ് ബൈ ക്ലോത്ത്. എന്നാൽ ആ കണ്ടെത്തുന്ന വ്യക്തിക്ക് എന്തായിരിക്കണം, അരി വിൽക്കുകയും വസ്ത്രം വാങ്ങുകയും ചെയ്യുന്ന ആളായിരിക്കണം. കാരണം ഇപ്പോൾ ഇവിടെ ചെല്ലുന്ന ആൾക്ക് എന്താണ് ആവശ്യമുള്ളത്? ചെല്ലുന്ന ആൾക്ക് അരി വാങ്ങണം, അതായത് റൈസ് വാങ്ങുകയും ഡ്രസ്സ് വിൽക്കുകയും ചെയ്യണം. എന്നാൽ ഓപ്പോസിറ്റുള്ള ആൾക്ക് സ്വാഭാവികമായിട്ടും അരി വിൽക്കുകയും ഡ്രസ്സ് വാങ്ങുകയും ചെയ്യുന്ന ഒരാളായിരിക്കണം. ബട്ട് ഇഫ് വൺ വാണ്ട്സ് ടു സെൽ റൈസ് ആൻഡ് ബൈ വെജിറ്റബിൾ. എന്നാൽ ആ ചെല്ലുന്ന അപ്പുറത്തുള്ള ആൾക്ക്, ഓപ്പോസിറ്റുള്ള ആൾക്ക് വേണ്ടത് അയാൾക്ക് വേണ്ടത് വെജിറ്റബിൾ ആണ്. അയാൾക്ക് വസ്ത്രം നെല്ല് കൊടുക്കാനുണ്ടായ അയാളുടെ കയ്യിൽ, പക്ഷേ അയാൾക്ക് വേണ്ടത് വെജിറ്റബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ദ ട്രാൻസാക്ഷൻ വിൽ നോട്ട് ടേക്ക്
പ്ലേസ്. ദിസ് ഡിഫിക്കൽറ്റി ഓഫ് ഡബിൾ കോൺസിഡൻസ് ഓഫ് വാണ്ട് ഈസ് എ മേജർ ഡ്രോബാക്ക് ഓഫ് ബാർട്ടർ സിസ്റ്റം. അങ്ങനെയാണെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ പരസ്പരം പൊരുത്തപ്പെടില്ല. അതൊരു പ്രധാനമായിട്ടുള്ള പ്രശ്നമാണ്. നമ്മൾ പറഞ്ഞ് ഒരാൾ, ഇനിയൊരു വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരാളെടുത്ത് തന്നെ ഒരു പശുണ്ട്, അയാളൊരു എന്താണ് പശുള്ള ആളത്തേക്ക് ഒരു ആൾ വരികയാണ്, മറ്റൊരാൾ വരികയാണ്, അല്ലെങ്കിൽ ഒരു ആടുള്ള അല്ലെങ്കിൽ ഒരു ഗോട്ടുള്ള ഒരാൾ എന്ത് ചെയ്യും, പശുവിനെ വാങ്ങാൻ വേണ്ടി ചെല്ലും. എന്നാൽ എന്താണ് ഈ പശുവിന് കൊടുക്കുന്ന ആൾക്ക് ചിലപ്പോൾ എന്താണ്, ചിലപ്പോൾ ആ സമയത്ത് വേറെ എന്തെങ്കിലും ജീവിനോടായിരിക്കും, ചിലപ്പോൾ ഒരു പോത്തിനോടോ ആയിരിക്കും താല്പര്യം ഉണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് ഈ ആട് കൊടുക്കാനുള്ള ആൾ പിന്നെന്താണ് മറ്റൊരു പശുവിന് കൊടുക്കാനുള്ള ആളെ തിരഞ്ഞു പോകേണ്ടി വരും. പക്ഷെ അതും ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാകും. കാരണം അതിന് വാല്യൂലൊക്കെ മാറ്റമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയാൻ പോകുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ആബ്സെൻസ് ഓഫ് കോമൺ മെഷർ ഓഫ് വാല്യൂ അല്ലേ, ആബ്സെൻസ് ഓഫ് കോമൺ മെഷർ ഓഫ് വാല്യൂ രണ്ടാമത്തെ പോയിന്റാണ്. ആബ്സെൻസ് ഓഫ് കോമൺ മെഷർ ഓഫ് വാല്യൂ. അപ്പം അന്നത്തെ കാലത്ത് കറക്റ്റായിട്ട് ഒരു വസ്തു നമുക്ക് വാല്യൂ രേഖപ്പെടുത്താൻ വേണ്ടി സാധിക്കില്ല. ഇന്നത്തെ കാലത്ത് നമുക്ക് എന്താണ് പണത്തിൽ നമുക്ക്, അല്ലെങ്കിൽ പണം ഉപയോഗിച്ച് നമുക്ക് ഓരോന്നിൻ്റെ വാല്യൂ നമുക്ക് രേഖപ്പെടുത്താൻ വേണ്ടി സാധിക്കും. എന്നാൽ അന്നത്തെ കാലത്ത് കറക്റ്റ് ഒരു വാല്യൂ രേഖപ്പെടുത്താൻ സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു പശുവിന് കൊടുത്താണ് ഒരു ആടിന് വാങ്ങുന്നൊക്കെ പറഞ്ഞത്. അപ്പം ശരിക്കും ഇത് നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നിൻ്റെ വാല്യൂവിൽ മാറ്റം ഉണ്ടാവും. അപ്പം നമ്മളിന്ന് കാണുന്ന പല വസ്തുക്കളുടെ വാല്യൂവിൽ എന്താണ് പല രീതിയാണുള്ളത്. അതുകൊണ്ട് അപ്പം അന്നത്തെ കാലത്ത് കറക്റ്റായിട്ടൊരു വാല്യൂ നമുക്ക് രേഖപ്പെടുത്താൻ വേണ്ടി സാധിക്കില്ല. അണ്ടർ ദി ബാർട്ടർ സിസ്റ്റം ദർ ഈസ് നോ കോമൺ മെഷർ ഓഫ് വാല്യൂ അല്ലേ, ഒരു കറക്റ്റായിട്ടൊരു വാല്യൂ രേഖപ്പെടുത്താനുള്ള, അല്ലെങ്കിൽ ശരിക്കും ഒരു വാല്യൂ രേഖപ്പെടുത്താനുള്ള ഒരു കോമൺ മെഷർ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല. ഡിഫറെൻറ്റ് ഗുഡ്സ് ആർ എക്സ്ചേഞ്ച്ഡ് ഓൺ ഡിഫറെൻറ്റ് മെഷർ ഓഫ് വാല്യൂ. ഓരോ വസ്തുക്കൾക്കും ഓരോ വാല്യൂ ഉണ്ടാവുക, അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യുന്ന ഓരോ വസ്തുക്കൾക്കും വ്യത്യസ്ത വാല്യൂകളാണ് ഉണ്ടാവുക. അപ്പം അതൊരു പ്രധാനമായിട്ടുള്ള പ്രശ്നമായിരുന്നു. ഇനി തേർഡ് പോയിന്റ്, ലാക്ക് ഓഫ് സ്റ്റോർ ഓഫ് വാല്യൂ. ലാക്ക് ഓഫ് സ്റ്റോർ ഓഫ് വാല്യൂ. എന്താ ലാക്ക് ഓഫ് സ്റ്റോർ ഓഫ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം അന്നത്തെ കാലത്ത് നമുക്ക് എന്താണ് എല്ലാ വസ്തുക്കളും സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കില്ല. അപ്പോൾ പ്രധാനമായിട്ടും ഡ്യൂറബിൾ ആൻഡ് നോൺ ഡ്യൂറബിൾ ഗുഡ്സ് ഉണ്ട്. അന്നത്തെ കാലത്ത് നമുക്ക് കറൻസി അല്ല ഉണ്ടായിരുന്നത്, അതുകൊണ്ട് ഗുഡ്സ് ആയിരുന്നു, സാധനങ്ങളാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ ഈ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സാധനങ്ങൾ തന്നെ ഡ്യൂറബിൾ ആൻഡ് നോൺ ഡ്യൂറബിൾ ഉണ്ട്. ഡ്യൂറബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കാലം നിലനിൽക്കുന്നത്, എന്നാൽ നോൺ ഡ്യൂറബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ കുറച്ച് കാലം നിൽക്കുന്നത്, പെട്ടെന്ന് കേടുന്ന് വരാൻ സാധ്യതയുണ്ട്. ഇപ്പം നെല്ല് അല്ലെങ്കിൽ തേങ്ങ അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്നാൽ കൂടുതൽ കാലം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കും. എന്നാൽ പച്ചക്കറി ഇങ്ങനത്തെ സാധനങ്ങൾ നമുക്കൊന്നും സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കില്ല. അപ്പം അതൊരു പ്രധാനമായിട്ടുള്ള പ്രശ്നമാണ്. കാരണം ഒരാൾ സാമ്പത്തികം ഉണ്ടെന്ന് നമുക്ക് കാണിക്കണമെന്നുണ്ടെങ്കിൽ എന്നാൽ ഉള്ള ഒരാളാണെങ്കിൽ സ്വാഭാവികമായിട്ടും കൂടുതൽ സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം. എന്നാൽ ഇന്നത്തെ കാലത്ത് സാധനങ്ങളൊന്നും സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയില്ല. കാരണം കറൻസി ഇല്ല. അപ്പോൾ കറൻസിയിലേക്ക് മാറ്റി, ഇന്നത്തെ കാലത്താണെങ്കിൽ നമ്മുടെ അടുത്തുള്ള പ്രൊഡക്റ്റ് നമുക്ക് വിൽക്കുകയും അത് കറൻസിയിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ആ കറൻസിയും നമുക്ക് എടുത്തു വെക്കാം. ഭാവിയിൽ എപ്പോഴെങ്കിലും സാധനം വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ കറൻസി അല്ലെങ്കിൽ ഈ പണം എടുത്തിട്ട് നമുക്കിത് വാങ്ങാൻ സാധിക്കും. അണ്ടർ ദി ബാർട്ടർ സിസ്റ്റം എ പേഴ്സൺ വെൽത്ത് ഈസ് സ്റ്റോർഡ് ഓൺലി ഇൻ ദ ഫോം ഓഫ് കമ്മോഡിറ്റീസ് അല്ലേ. അന്നത്തെ കാലത്ത് ഓരോ ആളുടെ സ്വത്ത് അല്ലെങ്കിൽ വെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തുക്കളായിട്ടായിരുന്നു സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. മോസ്റ്റ് ഓഫ് ദി കമ്മോഡിറ്റീസ് ആർ നോൺ ടു ഡ്യൂറബിൾ അല്ലേ. കൂടുതൽ വസ്തുക്കൾ ഡ്യൂറബിൾ അല്ല, കൂടുതൽ കാലം നിലനിൽക്കുന്നില്ല. സോ ദേ കനോട്ട് ബി സ്റ്റോർഡ് ഫോർ എ ലോങ് ടൈം. ഒരു കൂടുതൽ കാലം എടുത്തു വെക്കാൻ സാധിക്കില്ല. മോർ ഓവർ ദേ റിക്വയർ എ ലോട്ട് ഓഫ് സ്റ്റോറിങ് സ്പേസ്. അതിന് ഒരുപാട് സ്ഥലം വേണ്ടി വരും. കാരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയുന്ന സാധനങ്ങൾ ആണെങ്കിൽ പോലും കൂടുതൽ സ്പേസ് വേണ്ടി വരും. ദിസ് അനദർ ഡ്രോബാക്ക് ഓഫ് ബാർട്ടർ സിസ്റ്റം. ഇത് മറ്റൊരു ബാർട്ടർ സമ്പ്രദായത്തിൻ്റെ അല്ലെങ്കിൽ ബാർട്ടർ സിസ്റ്റത്തിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള പ്രശ്നമാണ്. അപ്പം മൂന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നാലാമത്തെ, ലാക്ക് ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെൻറ്റ്. ലാക്ക് ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെൻറ്റ്. ലാക്ക് ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മാറ്റിവെക്കപ്പെട്ട കൊടുക്കലുകൾക്ക് ഒരു മാനദണ്ഡമില്ല. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരു സാധനം അല്ലെങ്കിൽ നമ്മൾ വായ്പ വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിന് വാല്യൂ കുറയാതെ നമുക്ക് അതിന് പലിശയും കാര്യങ്ങളും നമുക്ക് കിട്ടും അല്ലേ. അപ്പം എന്നാൽ അന്നത്തെ കാലത്ത് കറക്റ്റ് നമ്മൾ കൊടുക്കുന്ന ഒരു സാധനത്തിന് കറക്റ്റായിട്ടുള്ള ഒരു വാല്യൂ നമുക്കത് കണക്കാക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അതിന് പലിശ കിട്ടുക ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ദിസ് മീൻസ് ദർ ഇസ് നോ സ്റ്റാൻഡേർഡ് ഓഫ് ബേസ് ബോറോയിങ് ആൻഡ് ലെൻഡിങ്ങിന് അല്ലേ. അത് വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്നതിന് ഒരു കറക്റ്റായിട്ടൊരു ഇത് പലിശയും കാര്യങ്ങളും നമുക്ക് അന്നത്തെ കാലത്ത് രേഖപ്പെടുത്താൻ കഴിയുമായിരുന്നു. ഫോർ എക്സാമ്പിൾ, ഇഫ് എ കൗ ഈസ് ബോറോഡ് ഇറ്റ്സ് വാല്യൂ ചേഞ്ചസ്. നമ്മളൊരു പശുവിനെ വാങ്ങുകയാണെങ്കിൽ അതിന് വാല്യൂവിൽ മാറ്റം സംഭവിക്കും. അറ്റ് ദ ടൈം റിട്ടേൺ ടു ദ ലെൻഡർ അല്ലേ. അത് തിരിച്ചു വാങ്ങുന്ന സമയമാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ വാല്യൂവിൽ മാറ്റം സംഭവിച്ചിരിക്കും.
അപ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരു പശുവിന് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ 2-3 വർഷം കഴിഞ്ഞാൽ ആ പശുവിൻ്റെ വാല്യൂ മാറ്റം ഉണ്ടാവും. ഇന്ന് നമുക്കൊരു 50,000 രൂപയ്ക്ക് കിട്ടുന്ന പശു ആണെങ്കിൽ ഒരു 2-3 കൊല്ലം കഴിഞ്ഞ് ചിലപ്പോൾ അത് 60,000 70,000 കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിന് വാല്യൂവിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ദ വാല്യൂ മേ ബി ഇൻക്രീസ്ഡ് ഫോർ ഡിക്രീസ്ഡ്. ഒന്നെങ്കിൽ അതിന് വാല്യൂ കൂടുകയോ അല്ലെങ്കിൽ അതിന് വാല്യൂ കുറയുകയോ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം അതാണ് ലാക്ക് ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. ഇനി 5ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലം ഓഫ് ഇൻഡിവിസിബിലിറ്റി. പ്രോബ്ലം ഓഫ് ഇൻഡിവിസിബിലിറ്റി. എന്താണ് പ്രോബ്ലം ഓഫ് ഇൻഡിവിസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് സം ഗുഡ്സ് കനോട്ട് ബി ഡിവൈഡഡ്. ചില വസ്തുക്കളെ നമുക്ക് എന്താണ് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. ഫോർ എക്സാമ്പിൾ ഇഫ് ദ എക്സ്ചേഞ്ച് ഫോർ കൗ വിത്ത് എ ബാഗ് ഓഫ് പാഡി. അപ്പോൾ നമ്മളെന്താണ്, നമ്മളൊരു പശുവിന് കൊടുത്തിട്ട് നമ്മളെന്താണ് കുറച്ച് നെല്ല് വാങ്ങണമെന്ന് വിചാരിക്കുകയാണ്. ആൻഡ് ഇഫ് ഓൺലി ഹാഫ് ബാഗ് ഓഫ് പാഡി ഈസ് നീഡഡ്. എന്നാൽ എന്താണ്, അയാൾക്കൊരു പകുതി മാത്രമേ അയാൾക്ക് ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ കൊടുക്കുന്ന ആൾ പറയാം ഞാനിതൊരു പകുതി തരുള്ളൂ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ്, നമുക്ക് ഒരിക്കലും എന്താണ് കൗവിനെ നമുക്ക് ഒരിക്കലും ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. അതായത് ജീവനുള്ള വസ്തുക്കളെ അല്ലേ ഒരിക്കലും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പം അതും അന്നത്തെ കാലത്ത് ഒരു പ്രധാനമായിട്ടുള്ള ഡ്രോബാക്ക് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഡ്രോബാക്സ് ഓഫ് ബാർട്ടർ സിസ്റ്റം പറഞ്ഞു വരുന്ന പബ്ലിക്കിന് 4 മാർക്കിനോ 5 മാർക്കിനോ ക്വസ്റ്റ്യൻ എന്തായാലും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം എന്തായാലും പോയിന്റുകൾ ഇതും വേണ്ടി വരും. അതുപോലെ അത് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. 2 മാർക്കിനാണെങ്കിൽ ഈ 4 പോയിന്റ് മാത്രം എഴുതിയാൽ മതി. ഇവിടെ നമ്മൾ 5 പോയിന്റ് പഠിച്ചിട്ടുണ്ട്. 4 മാർക്കിന് 5 മാർക്കിനാണെങ്കിൽ ഇപ്പോൾ ഓരോന്നും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. ഇത് പബ്ലിക്കിന് എന്തായാലും പ്രതീക്ഷിക്കാവുന്നതാണ്. 21 ക്വസ്റ്റ്യൻ. ഡയഗ്രമാറ്റിക്കലി ഇല്ലുസ്ട്രേറ്റ് ദ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി. ഒരു സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളെ ചിത്രത്തിൻ്റെ സഹായത്തോടെ വിശദീകരിക്കുക അല്ലേ. ഇതിൻ്റെ ചിത്രം അഥവാ ഡയഗ്രമാറ്റിക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ പള്ളിയിൽ നമ്മളെന്താണ് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി. നമ്മളിതിൻ്റെ ചിത്രം വരയ്ക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ചിലപ്പം അത് വളരെ ബുദ്ധിമുട്ടായി തോന്നും, വലിയ ഇത് എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ഇതെന്താണ് നമ്മൾ സെൻട്രൽ പ്രോബ്ലംസ് നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് പ്രധാനമായിട്ടും 3 ടൈപ്സ് നമ്മളുണ്ട് അല്ലേ. ഒന്നാമത്തെ വാട്ട് ടു പ്രൊഡ്യൂസ്, വാട്ട് ടു പ്രൊഡ്യൂസ്. സെക്കൻഡ് ഹൗ ടു പ്രൊഡ്യൂസ്. തേർഡ് ഫോർ whom ടു പ്രൊഡ്യൂസ്. ഇതാണ് ഇതിൻ്റെ എന്താണ് ചിത്രം വരയ്ക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എക്കോണമി, ഒരു സമ്പദ് വ്യവസ്ഥയുടെ പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പം ഒന്നാമത് വാട്ട് ടു പ്രൊഡ്യൂസ്, വാട്ട് ക്വാണ്ടിറ്റീസ് അല്ലേ, എന്ത് ഉൽപ്പാദിപ്പിക്കണം ഏതളവിൽ. രണ്ടാമത് ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം അല്ലേ. മൂന്നാമത്തതോ ഫോർ whom ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഇതാണ് സമ്പദ് വ്യവസ്ഥ സെൻട്രൽ പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതും 4 മാർക്കിനും 5 മാർക്കിനും നിങ്ങൾക്ക് പബ്ലിക്കിന് എന്തായാലും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ സെൻട്രൽ പ്രോബ്ലംസ് ഏതൊക്കെയാണെന്ന് പറയുന്നത് ആദ്യം സെൻട്രൽ പ്രോബ്ലംസിന് കാരണമാണെന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കണം. പ്രൊഡക്ഷൻ, കൺസപ്ഷൻ, എക്സ്ചേഞ്ച് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ ബേസിക് ഇക്കണോമിക് ആക്ടിവിറ്റീസ്. ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഉൽപ്പാദനം, ഉപഭോഗം, വിതരണം അല്ലെങ്കിൽ കൈമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമ്പദ് വ്യവസ്ഥയുടെ പ്രധാനമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. എവറി സൊസൈറ്റി ഫേസസ് ദ പ്രോബ്ലം ഓഫ് സ്കാർസിറ്റി ഓഫ് റിസോഴ്സസ് അല്ലെ. എല്ലാ സമ്പദ് വ്യവസ്ഥയും അല്ലെങ്കിൽ എല്ലാ സൊസൈറ്റിയും ഇവിടെ പ്രധാനമായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഭവങ്ങളുടെ ദൗർലഭ്യമാണ്, സ്കാർസിറ്റി ഓഫ് റിസോഴ്സസ് ആണ്. ആൻഡ് ദ റൈസ് ഓഫ് ദി പ്രോബ്ലം ഓഫ് ചോയ്സസ് അല്ലേ. ഇതിങ്ങനെ ഈ പ്രോബ്ലം അത് വളരെ വലിയൊരു പ്രശ്നമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദ പ്രോബ്ലം ഓഫ് ചോയ്സ് ഈസ് ദ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ എക്കോണമി അല്ലേ. ചോയ്സ് ഓഫ് ദി അല്ലെങ്കിൽ ചോയ്സ് ഏത് തിരഞ്ഞെടുക്കുക എന്നുള്ള സമ്പദ് വ്യവസ്ഥയുടെ പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ. അത് പ്രധാനമായിട്ടും 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ വളരെ കൂടുതലാണ്, അപരിമിതമാണ്, അൺലിമിറ്റഡ് ആണ്. ബട്ട് റിസോഴ്സസ് ആർ ലിമിറ്റഡ്. എന്നാൽ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ്, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. റിസോഴ്സസ് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസസ്. ചില വസ്തുക്കൾ നമുക്ക് ഒന്നിലധികം ഉപയോഗങ്ങളുണ്ട്, അതാണ് ആൾട്ടർനേറ്റീവ് യൂസസ് എന്ന് പറഞ്ഞാൽ. ഈ 4ാമത്തെ, ദി റിസോഴ്സ് ആർ ഡിഫറെൻറ്റ് പ്രയോറിറ്റീസ് ഓഫ് ദ റീസൺ ആർ അറൈസിങ് ഇക്കണോമിക് പ്രോബ്ലം അല്ലേ. അതായത് ചില വസ്തുക്കൾക്ക് ഒന്നിലധികം ഉപയോഗങ്ങളുണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഇതൊക്കെയാണ് ഒരു സമ്പദ് വ്യവസ്ഥയുടെ പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കാരണം അല്ലെങ്കിൽ സെൻട്രൽ പ്രോബ്ലംസിന് കാരണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രധാനമായിട്ടുള്ള 2 പ്രശ്നങ്ങൾ അൺലിമിറ്റഡ് വാണ്ട്സ്, ജനങ്ങളുടെ ആവശ്യങ്ങൾ കൂടുതലും, ബട്ട് ലിമിറ്റഡ് റിസോഴ്സ് ആണ്. സമ്പദ് വ്യവസ്ഥയിൽ വിഭവങ്ങൾ വളരെ ദൗർലഭ്യമാണ്. ഇതാണ് ഒരു സമ്പദ് വ്യവസ്ഥയുടെ സെൻട്രൽ പ്രോബ്ലംസിനെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ പ്രധാന പ്രശ്നങ്ങൾക്ക് കാരണം. അപ്പോൾ പ്രധാനമായിട്ടുള്ള 3 പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞത് വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ whom ടു പ്രൊഡ്യൂസ്. വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് വാട്ട് ക്വാണ്ടിറ്റീസ്. എന്താണ് വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവറി സൊസൈറ്റി വാണ്ട്സ് തൗസൻഡ്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഓരോ സമൂഹത്തിനും അല്ലെങ്കിൽ ഓരോ സൊസൈറ്റിക്കും ആയിരക്കണക്കിന് സാധനങ്ങളും സേവനങ്ങളും ആവശ്യമാണ്. അതാണ് നമ്മൾ പറഞ്ഞത്
എവറി സൊസൈറ്റി വാണ്ട്സ് തൗസൻഡ്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് സിൻസ് റിസോഴ്സ് ആർ സ്കേസ് അല്ലേ. എന്നാൽ വിഭവങ്ങൾ വളരെ ദൗർലഭമാണ്. ആൾ ദീസ് ഗുഡ്സ് ആൻഡ് സർവീസ് കനോട്ട് ബി പ്രൊഡ്യൂസ്ഡ്. ഒരു രാജ്യത്തിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അല്ലെങ്കിൽ വിഭവങ്ങളും നമുക്ക് ഉൽപ്പാദിക്കാൻ വേണ്ടി സാധിക്കില്ല. ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെയാണ് നമ്മൾ സെൻട്രൽ പ്രോബ്ലംസിനെ കുറിച്ച് പഠിക്കുന്നത്, മൈക്രോ എക്കണോമിക്സിൻ്റെ. ദെർഫോർ ഇറ്റ് ഹാസ് ഡിസൈഡ് വാട്ട് ടൈപ്പ് ഓഫ് ഗുഡ്സ് ഷുഡ് ബി പ്രൊഡ്യൂസ്ഡ്. അങ്ങനെയാണെങ്കിൽ ഒരു രാജ്യത്ത് എല്ലാ സാധനങ്ങളും നമുക്ക് ഉൽപ്പാദിപ്പിക്കാനില്ല. അങ്ങനെയാണെങ്കിൽ ഒരു രാജ്യത്തിന് ആവശ്യമുള്ള സാധനങ്ങളിൽ പ്രധാനമായിട്ട് ആവശ്യമുള്ള സാധനം ഏതാണെന്ന് നമ്മൾ തിരഞ്ഞെടുക്കണം. വെദർ ടു പ്രൊഡ്യൂസ് മോർ ഫുഡ് ഓർ നാഷണൽ സെക്യൂരിറ്റി. അങ്ങനെയാണെങ്കിൽ അത് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പ്രധാനമായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന 2 പ്രൊഡക്റ്റാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അതിൽ 2 സാധനമാണ് ഉൽപ്പാദിപ്പിക്കാൻ നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അതിലേതിനായിരിക്കും നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്? ഭക്ഷണത്തിന് വേണോ അതോ ഡിഫൻസിനോ? അല്ല, ഫുഡ് ഓർ ഡിഫൻസ് ഓർ ലക്ഷറി ഗുഡ്സ്, അല്ലെങ്കിൽ എന്താണ് ലക്ഷറി ഐറ്റംസിനാണ് നമ്മൾ തിരഞ്ഞെടുക്കുക. ഇറ്റ് ഹാസ് നോ പ്രയോറിറ്റി ആൻഡ് ഡിസൈഡ് വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഹൗ മച്ച് പ്രൊഡ്യൂസ് അല്ലേ. അപ്പം ഇത് നമ്മൾ ഏത് വേണം. ഇപ്പം നമ്മുടെ രാജ്യത്ത് ജനങ്ങൾ പട്ടിണി ദാരിദ്ര്യമാണ് എങ്കിൽ നമ്മളെന്താണ് അവിടെ ഫുഡിനായിരിക്കും നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ പെട്ടെന്നൊരു യുദ്ധം കാര്യങ്ങൾ വരികയാണെങ്കിൽ നമ്മളെന്താണ് ലഭ്യമായിട്ടുള്ള വിഭവങ്ങൾ അല്ലേ, അവൈലബിൾ റിസോഴ്സസ് ആൻഡ് ടെക്നോളജി അല്ലേ, അത് ഉപയോഗിച്ചിട്ട് ലഭ്യമായിട്ടുള്ള വിഭവങ്ങളും സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ട് നമ്മളെന്താണ് നമ്മുടെ രാജ്യത്തിന് ആവശ്യമുള്ളത് എന്തോ അതാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കേണ്ടത്. ഇറ്റ് ഹാസ് പ്രയോറിറ്റി ഡിസൈഡ് വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഹൗ മച്ച് ടു പ്രൊഡ്യൂസ് അല്ലേ. അത് അങ്ങനെ കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഉൽപ്പാദിപ്പിക്കണം അല്ലെങ്കിൽ വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന് തീരുമാനിച്ചതിന് ശേഷം അതിൻ്റെ ഒരു ക്വാണ്ടിറ്റീസും കൂടി നമ്മൾ തീരുമാനിക്കണം. കാരണം നമ്മുടെ രാജ്യത്തിന് ആവശ്യമുള്ള സാധനം മാത്രമേ നമ്മൾ ഉൽപ്പാദിപ്പിച്ചാൽ മതി. ഫോർ എക്സാമ്പിൾ, ഇഫ് ടു ഡിസൈഡ് ടു പ്രൊഡ്യൂസ് റൈസ് ദെൻ ഡിസൈഡ് ഹൗ മച്ച് കിലോഗ്രാംസ് റൈസ് ടു ബി പ്രൊഡ്യൂസ്ഡ്. നമ്മൾ അരി ഉൽപ്പാദിപ്പിക്കണം തീരുമാനിച്ചു കഴിഞ്ഞാൽ അരി എത്ര യൂണിറ്റ് അല്ലെങ്കിൽ എത്ര കിലോ ഉൽപ്പാദിപ്പിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനേക്കാൾ കൂടുതൽ ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ അതിന് വരുന്ന ചിലവ് നമ്മൾ മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാമായിരുന്നു എന്നാണ് പറയുന്നത്. ഇതാണ് വാട്ട് ടു പ്രൊഡ്യൂസ് ആണ് വാട്ട് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ. രണ്ടാമത് ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. ആഫ്റ്റർ ദ ഡിസിഷൻ ഓഫ് വാട്ട് ടു പ്രൊഡ്യൂസ് അല്ലേ, നമ്മൾ എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്ന് തീരുമാനിച്ചതിന് ശേഷം അടുത്ത് നമ്മൾ തീരുമാനിക്കുന്നത് ഹൗ ടു പ്രൊഡ്യൂസ്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഹൗ ടു പ്രൊഡ്യൂസ് ചൂസൺ ഗുഡ്സ് അല്ലേ, അതായത് വിഭവങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കണം. ഹൗ ടു പ്രൊഡ്യൂസ് ഇംപ്ലീസ് പ്രൊഡക്ഷൻ വിച്ച് മെത്തേഡ്സ് ഓഫ് ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലേ. ഹൗ ടു പ്രൊഡ്യൂസിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്, ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷനെ കുറിച്ചാണ് പറയുന്നത്. ആർ ടു ബി യൂസ്ഡ്, ദാറ്റ് ഈസ് വെദർ ടു ചൂസ് ലേബർ ഇൻറ്റൻസീവ് ഓർ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്ക് അല്ലേ. അതായത് ഹൗ ടു പ്രൊഡ്യൂസിൽ പ്രധാനമായിട്ടും എന്താണ് 2 രീതിയിലുള്ള അല്ലെങ്കിൽ എന്താണ് ടെക്നിക്കാണ്. ഇപ്പം പ്രൊഡക്ഷൻ ടെക്നിക്കാണ് നോക്കുന്നത്. അത് ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്ക് ആൻഡ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്ക്. ഹൗ ടു പ്രൊഡ്യൂസിലല്ലേ, അതായത് ദിസ് ടൈപ്പ് ഓഫ് ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പ്രധാനമായിട്ടും ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്കും ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്കും, തൊഴിലാളി തീവ്ര സാങ്കേതികവിദ്യയും മൂലധന തീവ്ര സാങ്കേതികവിദ്യയും, ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്ക് ആൻഡ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്ക്. നമ്മുടെ രാജ്യത്ത് ജനങ്ങൾക്ക് തൊഴിലാണ് ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്കിൽ കൂടുതൽ തൊഴിലാളികൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്, ലേബേഴ്സിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. എന്നാൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്ക് ടെക്നോളജിക്ക് അല്ലെങ്കിൽ ക്യാപിറ്റലിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ജനങ്ങൾക്ക് എല്ലാവർക്കും തൊഴിലാണ് ആവശ്യമുള്ളതെങ്കിൽ അവിടെ കൂടുതൽ തൊഴിലാളികൾക്ക് പ്രാധാന്യം കൊടുക്കണം. അപ്പോൾ ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്കാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമ്മുടെ രാജ്യത്തിന് അത്യാവശ്യമായിട്ട് വേണ്ടത് എന്താണ്, പ്രൊഡക്റ്റാണ്. അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങളാണ് വേണ്ടതെങ്കിൽ നമ്മൾ അവിടെ കൂടുതൽ പ്രാധാന്യം കൊടുക്കണമെന്നാണ് ക്യാപിറ്റലിനാണ്. കാരണം എന്താണ്, ടെക്നോളജി ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് തന്നെ ജനങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കേണ്ടതായിട്ട് വരും. ഇനി മൂന്നാമത് ഫോർ ഹോം ടു പ്രൊഡ്യൂസ് മീൻസ് ഇറ്റ് ഈസ് എ ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഔട്ട്പുട്ട് അല്ലേ. രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ച വിഭവങ്ങളെ ജനങ്ങൾക്ക് വിതരണം ചെയ്യുക. ഫോർ ഹോം ടു പ്രൊഡ്യൂസ് മീൻസ് ദ ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഔട്ട്പുട്ട്. ഇറ്റ് ഇംപ്ലീസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഔട്ട്പുട്ട് മീൻസ് ഇൻകം, അതായത് രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം എമംഗ്സ്റ്റ് ദ ഓണർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപ്പാദനത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് വിതരണം ചെയ്യാണ്. അപ്പം വിതരണം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്ത് ലഭ്യമായിട്ടുള്ള വിഭവങ്ങൾ, അതായത് ആ വിഭവങ്ങളിൽ നിന്ന് കിട്ടിയ വരുമാനം. അപ്പം ജനങ്ങൾ ഉൽപ്പാദനത്തിൽ അല്ലെങ്കിൽ പ്രൊഡക്ഷനിൽ വിവിധ രീതികളിൽ പങ്കെടുക്കാറുണ്ട്. അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയിൽ വിവിധ രീതിയിൽ ജനങ്ങൾ പങ്കാളികളാവാറുണ്ട്. ചില ആൾക്കാർ എന്താണ് ജോലി ചെയ്യായിരിക്കും, വർക്കിനാണെങ്കിൽ എന്ത് കിട്ടും, അല്ലെങ്കിൽ തൊഴിലാളി ലേബർ ആണെങ്കിൽ എന്താണ് ലേബറിന് വേജ് കിട്ടും. ഇനി മറ്റു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ആളുകൾ ബിൽഡിങ്ങും കാര്യങ്ങളും മറ്റൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ എന്താണ് അതിന് റെൻറ്റ് കിട്ടും അല്ലേ. ഇനി അവരെന്താണ് അതുപോലെ ക്യാപിറ്റലാണ് കൊടുക്കുന്നതെങ്കിൽ ഇൻട്രസ്റ്റ് കിട്ടും. ഇനി അവർക്ക് ഷെയറും അല്ലെങ്കിൽ അതിലെന്താണ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അതിന് പ്രോഫിറ്റ് കിട്ടും. അപ്പം ഇങ്ങനെയൊക്കെ എന്താണ് ജനങ്ങൾ വിവിധ രീതിയിൽ ആ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയിൽ അല്ലെങ്കിൽ പ്രൊഡക്ഷനിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രൊഡക്ഷനിൽ പങ്കെടുക്കുമ്പോൾ ജനങ്ങൾക്ക് ഈ കിട്ടിയ വിഭവങ്ങൾ വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം എന്താണ് വർക്കറാണെങ്കിൽ എന്താണ് ലേബറാണെങ്കിൽ വേജ്, എന്താണ് ക്യാപിറ്റൽ ആണെങ്കിൽ ഇൻട്രസ്റ്റ് കിട്ടും. അതുപോലെ തന്നെ
ലാൻഡ് ആണെങ്കിൽ റെൻറ്റ് കിട്ടും. ഇപ്പോൾ ഭൂമിയും കാര്യങ്ങളൊക്കെ എന്താണ് കൊടുക്കണം ഒരു ഉൽപ്പാദനത്തിൻ്റെ ഇതിൽ, അപ്പം അതിന് റെൻറ്റ് കിട്ടും. ഇനി ഓർഗനൈസേഷൻ ആണെങ്കിൽ അതിന് പ്രോഫിറ്റ് കിട്ടും. അപ്പം ഇതാണ് ഫോർ ഹോം ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്നത്, അതായത് ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഔട്ട്പുട്ട് ഓർ ഇൻകം. 22th question. Define GDP deflator. In an economy, GDP at current price 2,500 crore and GDP at constant price is 2,000 crore. Find the GDP deflator. NNP equal to GNP minus. അപ്പോൾ നമ്മളെന്താണ് ആദ്യം GDP deflator കണ്ടെത്തണം, പിന്നെ അവിടെ എന്താണ് GDPയിൽ ഉണ്ടായ മാറ്റങ്ങൾ കണ്ടെത്തണം, പിന്നെ അതുപോലെ NNP കണ്ടെത്തണം. അപ്പോൾ നമ്മൾ എന്താണ് ഡിഫൈൻ അല്ലെങ്കിൽ GDP എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ GDP deflator എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, the GDP deflator gives us an idea of how the price have moved from the base year to the current year. അപ്പോൾ നമ്മൾ അടിസ്ഥാന വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ മുമ്പത്തെ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നിലവിലെ വർഷത്തിൽ GDPയിൽ എത്രത്തോളം മാറ്റം ഉണ്ടായി, അല്ലെ ശരിക്കും വളർച്ചയാണോ ഉണ്ടായിട്ടുള്ളത്, ഇത് കണ്ടെത്താൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, GDP deflator ഉപയോഗിക്കുന്നത്. അതായത് ഇറ്റ് ഇസ് എ ഗുഡ് ഇൻഡെക്സ് ഫോർ മെഷറിംഗ് പ്രൈസ് ലെവൽ, അല്ലെ വില നിലവാരം അളക്കാനുള്ള ഏറ്റവും നല്ലൊരു മെത്തേഡാണ്. GDP deflator is a ratio of nominal GDP to real GDP. Nominal GDP to real GDP. GDP deflator equal to GDP by GDP into 100. GDP capital letter കൊടുത്തത് നോമിനൽ GDP, അത് സ്മോൾ ലെറ്റർ കൊടുത്തത് റിയൽ GDP ഇൻറ്റു 100. ഇപ്പം നോമിനൽ GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വർഷത്തെ GDP ആണോ കണക്കാക്കേണ്ടത്. ഇപ്പം നമുക്ക് 2024 അല്ലെങ്കിൽ 25 GDP ആണ് കണക്കാക്കേണ്ടതെങ്കിൽ ആ വർഷത്തെ സാധനം ഉൽപ്പാദിപ്പിച്ച അളവും ആ വർഷത്തെ സാധനത്തിൻ്റെ അല്ല പ്രൈസും അല്ല കമ്മോഡിറ്റി പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി സാധനങ്ങളുടെ വിലയും എടുത്തിട്ടാണ് നമ്മൾ GDP കാണുന്നത്. എന്നാൽ ഇവിടെ എന്താണ് GDP റിയൽ GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലെ വർഷത്തെ വിലയും മുമ്പത്തെ വർഷത്തെ സാധനത്തിൻ്റെ അളവുമാണ് പരിഗണിക്കുക. റിയൽ GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലെ വർഷത്തെ അളവും മുമ്പത്തെ വർഷത്തെ വിലയും. ഇപ്പോൾ 2010 അപേക്ഷിച്ച് നോക്കുമ്പോൾ 2024 GDP വർദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ 2010 വർഷത്തെ വിലയും എടുക്കും, 2024 സാധനങ്ങളുടെ എന്താണ് അളവുമാണ് എടുക്കുക, ക്വാണ്ടിറ്റിയാണ് എടുക്കുക. അങ്ങനെ GDP കണക്കാക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്താണ് റിയൽ GDP എന്ന് പറയും. അതായത് അടിസ്ഥാന വർഷത്തെ വില ബേസ് ഇയർ പ്രൈസും എന്താണ് കറണ്ട് ഇയർ ക്വാണ്ടിറ്റിയുമാണ്. എന്നാൽ നോമിനൽ GDPയിൽ കറണ്ട് ഇയർ പ്രൈസും അതിൻ്റെ കറണ്ട് ഇയർ ക്വാണ്ടിറ്റിയുമാണ് നമ്മൾ പരിഗണിക്കുന്നത്. അപ്പോൾ നമ്മൾ നോമിനൽ GDP ആൻഡ് റിയൽ GDP തമ്മിലുള്ള അനുപാതത്തെയാണ് നമ്മൾ എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ കാണുന്നതിനാണ് GDP deflator എന്ന് പറയുന്നത്. അത് 100 കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഇനി നമ്മൾ GDP അറ്റ് കറണ്ട് പ്രൈസ് അല്ലെ GDP അറ്റ് കറണ്ട് പ്രൈസ് നോമിനൽ GDP എത്രയാണ് കൊടുത്തുള്ളത് 2,500 ആൻഡ് റിയൽ GDP എത്രയാണ് കൊടുത്തുള്ളത് 2,000 ഇൻറ്റു 100. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് ഇവിടെ നമ്മുടെ GDP deflator എത്രയാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. 175 അല്ലെ 125. ഇനി NNP ഈക്വൽ ടു GNP മൈനസ് ഡിപ്രിസിയേഷൻ. അതായത് NNP കാണാൻ വേണ്ടി GNPയിൽ നിന്ന് ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, GNP കിട്ടും അല്ലേ, ഡിപ്രിസിയേഷൻ. ട്വൻറ്റി ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് ദ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് യൂട്ടിലിറ്റി അപ്രോച്ചസ് നമ്മൾ പ്രധാനമായിട്ട് 2 പഠിച്ചിട്ടുണ്ട്. ഏതാണ്? ഒന്ന് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. പ്രധാനമായിട്ടും 2 ടൈപ്സ് ഉണ്ട് അപ്രോച്ചസ്, അതായത് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ആൻഡ് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. സപ്പോസ് ആൻ ഇൻഡിവിജ്വൽ ബൈസ് 20 ആപ്പിൾ, ഒരാൾ 20 ആപ്പിൾ വാങ്ങുന്നുണ്ട്. വെൻ ഇറ്റ്സ് പ്രൈസ് ഈസ് 10 അല്ലേ, ആപ്പിളിൻ്റെ വില എത്രയാണ് 10 രൂപയാണ്. വെൻ ദ പ്രൈസ് ഇൻക്രീസ് 20 പെർ ആപ്പിൾ, എന്നാൽ പ്രൈസ് എന്ത് ചെയ്ത് 10 to 20 10ൽ നിന്ന് 20ലേക്ക് വർദ്ധിച്ചു. ഹി റെഡ്യൂസ് ഈസ് ഡിമാൻഡ് 15 ആപ്പിൾസ് ഫൈൻഡ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡാണ് കാണുന്നത്. ഒരാൾ 20 ആപ്പിൾ വാങ്ങിയിരുന്ന സമയത്ത് 10 രൂപയായിരുന്നു വില, എന്നാൽ 20 രൂപയായിട്ട് വർദ്ധിച്ചപ്പോൾ അയാൾ 15 ആപ്പിളാണ് വാങ്ങുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടെത്താൻ വേണ്ടിയാണ് പറഞ്ഞുള്ളത്. നമുക്ക് ചെയ്ത് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു ക്യൂ ബൈ പി ബൈ ക്യൂ. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ എന്ന ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്ത് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ കാണുന്നില്ല, നമുക്ക് കൊടുക്ക് മാറ്റി ചെയ്താൽ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഡെൽറ്റ ക്യൂ ആദ്യം നമ്മൾ പി ആണ് കാണുന്നത്. പി ക്യൂ ഡെൽറ്റ പി ആൻഡ് ഡെൽറ്റ ക്യൂ.
നമ്മൾ ഓരോന്ന് കാണണം. പി എന്ന് പറഞ്ഞാൽ കറൻറ്റ് പ്രൈസ് എത്രയാണ്? 10. ക്യൂ എന്ന് പറഞ്ഞാൽ കറൻറ്റ് ക്വാണ്ടിറ്റി എത്രയാണ്? 20. ഇനി ഡെൽറ്റ പി ചേഞ്ച് ഇൻ പ്രൈസ്. ചേഞ്ച് ഇൻ പ്രൈസ് എന്ന് പറഞ്ഞാൽ പ്രൈസ് 10 to 20, 10 നിന്ന് 20ലേക്ക് വർദ്ധിച്ചു. അതായത് 20 മൈനസ് 10 എത്രയാണ് അധികമായിട്ട് വർദ്ധിച്ചിട്ടുള്ളത് അല്ലേ? എക്സ്ട്രാ എത്രയാണ് വർദ്ധിച്ചത്? 10 ആണ് അല്ലേ? അത് ഒരിക്കലും പോയിന്റ് നമ്മൾ ഡെൽറ്റ പി എന്നുള്ളിടത്ത് നമ്മളെന്താണ് ഇവിടെ ഈ 20 എഴുതിയേക്കാൻ പാടില്ല, കാരണം എക്സ്ട്രാ എത്ര വർദ്ധിച്ചു എന്നാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. ഇനി ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റിയിൽ വന്ന ചേഞ്ച്, അതായത് അത് 20 വാങ്ങിയവർക്ക് ഇപ്പോൾ അയാൾ എത്ര വാങ്ങുള്ളൂ? 15. അപ്പോൾ 20 മൈനസ് 15 എന്താണ് കിട്ടുക? 5 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഡെൽറ്റ ക്യൂ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി അളവിൽ വന്ന മാറ്റമാണ്. എത്രയാണ്? 5 യൂണിറ്റ് മാറ്റമാണ് സംഭവിച്ചിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഡെൽറ്റ ക്യൂ നമുക്ക് എന്താ കിട്ടിയത്? 5 ബൈ ഡെൽറ്റ പി എന്ത് കിട്ടി? 10 ഇൻറ്റു പി 10 ക്യൂ 20. 0 ക്യാൻസൽ ചെയ്തു. 5 ഇൻറ്റു 1 5 ബൈ 10 ഇൻറ്റു 2 20. 5 by 20 0.25 അല്ലേ? ഇലാസ്റ്റിസിറ്റി നമുക്ക് എന്ത് കിട്ടി? ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ത് കിട്ടിയത്? 0.25 എന്ന് കിട്ടി. അപ്പോൾ 0.2 ആണെങ്കിൽ 25 ആണെങ്കിൽ അത് ഏത് തരം ഇലാസ്റ്റിറ്റി ആയിരിക്കും? ഫൈൻഡ് ഇലാസ്റ്റിസിറ്റി. ഇലാസ്റ്റിറ്റി ഏത് തരമായിരിക്കും? ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ്. ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്നാണ് ഇലാസ്റ്റിസിറ്റി ലെസ് ദാൻ 1 അല്ലേ? ഒന്നിനേക്കാൾ കുറവാണെങ്കിൽ അവിടെ ഏതൊരു ഇലാസ്റ്റിസിറ്റി ആയിരിക്കും? ലെസ് ഇലാസ്റ്റിസിറ്റി അഥവാ ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡാണ്. എക്സ്പ്ലെയിൻ അഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് ഇറ്റ്സ് കോമ്പണൻറ്റ്. അഗ്രിഗേറ്റ് ഡിമാൻഡും അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഘടകങ്ങളും. അഗ്രിഗേറ്റ് ഡിമാൻഡ് എ ഡി ഈക്വൽ ടു സി പ്ലസ് ഐ അല്ലേ? അതായത് ഇൻ 2 സെക്ടർ മോഡൽ ഇൻ എക്കോണമി. 2 സെക്ടർ എക്കോണമിയിൽ എന്താണ്? കൺസപ്ഷൻ പ്ലസ് ഇൻകം ആണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കൺസപ്ഷൻ എന്താണെന്ന് മനസ്സിലാവും. കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മളെന്താണ്? നമുക്ക് സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ കൺസപ്ഷൻ എന്ന് പറയുന്നത്. ഈ കൺസപ്ഷൻ പ്രധാനമായിട്ടും ഇൻകത്തിന് ബേസ് ചെയ്താണ് നിൽക്കുക. പീപ്പിൾ മേജർ പോർഷൻ ഓഫ് ദ കൺസപ്ഷൻ ആൻഡ് ദ റെസ്റ്റ് ഓഫ് സേവിങ് അല്ലേ? ജനങ്ങൾ അവർക്ക് കിട്ടിയ ഇൻകം എന്താണ്? കുറച്ച് ആവശ്യത്തിനനുസരിച്ച് ഉപഭോഗത്തിന് വേണ്ടിയും ബാക്കി എന്താണ് സേവ് ചെയ്യാൻ വേണ്ടി അവർ ഉപയോഗിക്കും. അതുകൊണ്ട് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ഈക്വൽ ടു സി പ്ലസ് എസ് ആണ്. സി എന്ന് പറഞ്ഞാൽ കൺസപ്ഷൻ, എസ് ഈക്വൽ ടു സേവിങ്. അപ്പം അതായത് സി ഈക്വൽ ടു എഫ് ഓഫ് വൈ എന്നാണ്. ഇൻകത്തിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ഘടകമാണ് സി എന്ന് പറഞ്ഞാൽ. ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് കൺസപ്ഷൻ ആൾസോ ഇൻക്രീസസ്. ഇൻകം ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ കൺസപ്ഷൻ ആൾസോ ഡിക്രീസസ്. ഇതിനെ നമ്മൾ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് പറയും. സീമാന്ത ഉപഭോഗ പ്രവണത. ഒരു വ്യക്തിയുടെ വരുമാനം കൂടുമ്പോൾ ഉപഭോഗം കൂടുകയും വരുമാനം കുറയുമ്പോൾ ഉപഭോഗം കുറയുകയും ചെയ്യും. The relation between consumption and income is called consumption function. The relation between income and consumption is positive അല്ലേ? ഇൻകം ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ കൺസപ്ഷനും ഇൻക്രീസ് ചെയ്യും, എന്നാൽ ഇൻകം ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ കൺസപ്ഷനും ഡിക്രീസ് ചെയ്യും. ഇതിനാണ് നമ്മൾ കൺസപ്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ കൺസപ്ഷൻ ഇൻകം ഇൻക്രീസ് ചെയ്യുന്ന കൺസപ്ഷൻ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ അതിന് നമ്മൾ മാർജിൻ പ്രൊപ്പൻസിറ്റി കൺസ്യൂം എന്ന പേരും കൂടി അറിയപ്പെടും. സീമാന്ത ഉപഭോഗ പ്രവണത. അതായത് വരുമാനം കൂടുമ്പോൾ ഉപഭോഗം കൂടുകയും വരുമാനം കുറയുമ്പോൾ ഉപഭോഗം കുറയുകയും ചെയ്യും. അതിന് നമ്മൾ എന്ത് പറയും? MPC അഥവാ മാർജിൻ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് പറയും. ഇനി അതുപോലെ MPS നമ്മൾ പഠിക്കുന്നത് മാർജിൻ പ്രൊപ്പൻസിറ്റി ടു സേവ്. അതായത് ഇൻകം ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ സേവിങ് ഇൻക്രീസ് ചെയ്യും, ഇൻകം ഡിക്രീസ് ചെയ്യുകയാണെങ്കിലോ സ്വാഭാവികമായിട്ടും സേവിങ്ങും ഡിക്രീസ് ചെയ്യും. അതിനെ നമ്മൾ മാർജിൻ പ്രൊപ്പൻസിറ്റി ടു സേവ് എന്നാണ് പറയുക. അതായത് ഒരു വ്യക്തിയുടെ വരുമാനം കൂടുമ്പോൾ സേവിങ് കൂടും, വരുമാനം കുറയുമ്പോൾ സേവിങ് കുറയുകയും ചെയ്യും. അപ്പം ഇതൊക്കെ നമ്മൾ എന്താണ് കൺസപ്ഷനാണ് പറയുന്നത്. ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതുമായി ബന്ധപ്പെട്ടെടുക്കുന്നുണ്ട്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ദ സെക്കൻഡ് കോമ്പണൻസ് ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആൻ അഡീഷണൽ സ്റ്റോക്ക് ഓഫ് ഫിസിക്കൽ ആൻഡ് ക്യാപിറ്റൽ ആൻഡ് എക്സ്ചേഞ്ച് ഇൻ ഇൻവെൻട്രി ഓഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ എക്കോണമി. ഒരു രാജ്യത്തിന് സമ്പദ്വ്യവസ്ഥയിൽ നിക്ഷേപം നടത്താണ്. അതായത് ഇവിടെ പ്രധാനമായിട്ട് ക്യാപിറ്റലാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ റോഡുകൾ ഉണ്ടാക്കുന്നതൊക്കെ, നമ്മൾ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റിൽ വരും. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ വരുന്ന ഇൻവെൻട്രി നമ്മൾ ഈ വർഷത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമ്മൾ എന്തിനാണ് ഉൾപ്പെടുത്തുക? ഇൻവെസ്റ്റ്മെൻറ്റിലാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ് മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് MVC ബട്ട് ഫോർ സിംപ്ലിസിറ്റി. എന്താണ്
ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പ്രധാനമായിട്ടും ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇപ്പോൾ നമ്മുടെ രാജ്യം ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കുക, അതായത് ഇപ്പോൾ രാജ്യം ഒരുപാട് റോഡുകൾ ഉണ്ടാക്കുക, കെട്ടിടങ്ങൾ ഉണ്ടാക്കുക, അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കുക, ഹോസ്പിറ്റലുകൾ ഉണ്ടാക്കുക, ഇതൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ഭാഗമാണ്. കാരണം ഇതിൽ നിന്ന് രാജ്യത്തിന് സ്വാഭാവികമായിട്ടും ഇതിൽ നിന്ന് വരുമാനം കിട്ടും. ഇതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അഗ്രിഗേറ്റ് ഡിമാൻഡിൻ്റെ 2 കോമ്പോണൻസ് ആണ് കൺസപ്ഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്.